നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്നലെ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം മാത്രം, 2-3 വരികൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അത് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി ഉൾപ്പെടെ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ട് വി. ശിവൻകുട്ടി എഴുതിച്ചിരിക്കുന്നത് വീട്ടുജോലികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യണം എന്ന മാറ്റം നമ്മൾ പാഠപുസ്തകങ്ങളിൽ വരുത്തി. എന്നിട്ടും ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതായത് ശ്രീ വി.ഡി. സതീശൻ പ്രസംഗിക്കുന്നത് വീട്ടുജോലികൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, പാചകം പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന രീതിയിലാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേട്ടവർക്ക് കാര്യം മനസ്സിലാകും. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും, ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പരമ്പരാഗതമായിട്ട് നമ്മൾ കൈമാറി വരേണ്ട കുറെ നന്മകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതിനിടയിൽ പാചക സവിശേഷതകൾ, ചില അമ്മമാരുടെ കൈപ്പുണ്യം എന്ന് നമ്മൾ പറയുമല്ലോ, അത് അവരുടെ കയ്യിൽ നിന്ന് കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്വാദ് കിട്ടുകയുള്ളൂ. അത് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചില അമ്മമാർക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ചില ഭക്ഷണ വിഭവങ്ങളുണ്ട്, അത് അവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അത് അവരുടെ അടുത്ത തലമുറയിലേക്ക് കൂടി അവരത് പകർന്നു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പല അമ്മമാരോടും ഞാൻ ചോദിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എന്താണ് തെറ്റുള്ളത്? അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്നവർക്കെങ്കിലും അത് പകർന്നു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതെന്താ മകന് പകർന്നു കൊടുക്കാൻ പറ്റില്ലേ? മകന്റെ ഭാര്യയ്ക്ക്, അതായത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ പാചകം എന്ന രീതിയിൽ വഴിതെറ്റിച്ച് വിടുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആശയം വേറെ എവിടെയോ നിൽക്കുന്നു, പറഞ്ഞ് വരുത്തി തീർത്തത് വേറെ ഒരിടത്ത് നിൽക്കുന്നു. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ ഭാര്യമാരായിട്ട് വരുന്നവർക്ക്, മക്കളെന്ന് പറയുമ്പോൾ അതിൽ ആൺമക്കൾ പെടില്ലേ, പെൺമക്കൾ മാത്രമേ പെടുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നുമില്ല, നിങ്ങളുടെ മക്കൾക്ക് അത് നിങ്ങൾ പകർന്നു കൊടുക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രത്യേക വൈഭവം, അതിൻ്റെ സൂത്രവിദ്യ എന്താണ്, നിങ്ങൾ എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നത്, എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ആളുകളോടെങ്കിലും അടുത്ത തലമുറയിലേക്ക് അത് കൈമാറണം. പരമ്പരാഗതമായിട്ട് നമ്മൾ കൈമാറി വരേണ്ട നന്മകളിൽ ചിലതാണ് ഈ പാചകത്തിലുള്ള വൈഭവം കൂടി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പരമ്പരാഗതമായി എല്ലാം നിലനിർത്തേണ്ടതാണ്. പിന്നെ ഒരുപാട് പേർ അദ്ദേഹത്തെ തെറി വിളിക്കുന്നുണ്ടല്ലോ, ചീത്ത വിളിക്കുന്നതൊക്കെ കണ്ടു. എത്ര പേരുടെ വീട്ടിൽ ഇപ്പോഴും ആണുങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കൃത്യമായിട്ട് 3 നേരം ഒരു വീട്ടിൽ അല്ലെങ്കിൽ 4 നേരം ഒരു വീട്ടിൽ വെച്ച് വിളമ്പാൻ കഴിയുന്ന എത്ര വീടുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്? പുരോഗമനമൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതും വി.ഡി. സതീശൻ പറഞ്ഞത് ശരിയായില്ലേ? ഏത് നൂറ്റാണ്ടിലാണ് പുള്ളി ജീവിക്കുന്നത്? കുറെ പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ പ്രാവർത്തികമാക്കണം, പുരോഗമന ചിന്ത വേണം, പഴഞ്ചൻ ചിന്താഗതി പാടില്ല. നമ്മൾ വിമർശിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാവരും ഇത് പറയുമ്പോഴും എത്ര പേരുടെ വീടുകളിൽ അടുക്കളകളിൽ പുരുഷന്മാർ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്? ചിന്തിച്ച് നോക്കണം. ഇപ്പൊ ശിവൻകുട്ടി ഇത് പറഞ്ഞല്ലോ, ശിവൻകുട്ടി എത്ര ദിവസം വീട്ടിലെ അടുക്കളയിൽ കയറാറുണ്ട്? ശിവൻകുട്ടിയാണോ വീട്ടിലെ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നത്? അല്ലെങ്കിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടാണോ അതൊക്കെ ചെയ്യിപ്പിക്കാനുള്ളത്? രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലികൾ ചെയ്യേണ്ടത് പെണ്ണിന്റെ ഡ്യൂട്ടിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. അതങ്ങനെ ആയിരിക്കരുത്, അതിൽ മാറ്റം വരണം, അത് വേറൊരു കാര്യം. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ എത്ര വീടുകൾ വേണമെങ്കിലും നമുക്കെടുത്ത് പരിശോധിക്കാം. ചില വീടുകളിൽ, ചുരുക്കം ചില വീടുകളിൽ സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാരും കൂടെ ഉണർന്ന് 2 പേരും കൂടെ ഒന്നിച്ച് വീട്ടുജോലി ചെയ്യുന്നുണ്ട്. അല്ലാത്ത വീടുകളിലെല്ലാം സ്ത്രീകളാണ് വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും പോകാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അവരാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കി, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, ഭർത്താവ് ജോലിക്ക് പോകുന്നവനാണെങ്കിലും അല്ലെങ്കിലും പുള്ളിയുടെ കാര്യങ്ങളും നോക്കി എല്ലാം ചെയ്തു തീർക്കേണ്ടത് പെണ്ണിന്റെ കടമ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പോഴും വീട്ടമ്മ എന്നതേ ഉള്ളൂ, വീട്ടച്ഛൻ എന്നൊരു പ്രയോഗം ഇതുവരെയും മലയാളത്തിൽ വന്നിട്ടില്ല. അത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ വി.ഡി. സതീശൻ പറഞ്ഞത് ഈ ഒരു കാര്യമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻ്റെ അമ്മൂമ്മയൊക്കെ നന്നായിട്ട് ആഹാരം പാചകം ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വയസ്സായിപ്പോയി. ചില സാധനങ്ങൾ, ഇപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ മീൻകറിയൊക്കെ ആ ഒരു ടേസ്റ്റ് വേറെ എവിടെ നിന്നും കഴിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവരത് വെച്ചുകൊണ്ടിരുന്നത്? അതിൻ്റെ രഹസ്യം എന്താണ് എന്നൊക്കെ അറിയാൻ നമുക്കും താല്പര്യമുണ്ട്. നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് അമ്മൂമ്മ അത് വെച്ചത്, എങ്ങനെയാണത് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഓർമ്മയില്ല. അവർക്ക് ചില കാര്യങ്ങളെ ഓർമ്മയുള്ളൂ. അപ്പോൾ ഓർമ്മയുള്ള സമയത്ത് അതിൻ്റെ രഹസ്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണമാണല്ലോ നമ്മുടെ മരുന്ന്. നമ്മൾ ഈ വീട്ടിലെ രുചി നമുക്ക് മടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വായിക്കൊരു ടേസ്റ്റ് ഇല്ലാതെ വരും.
ചില ആഹാരമൊക്കെ വീട്ടിൽ നിന്നാണെങ്കിലും കഴിച്ച് വരുമ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ആഹാരം, അതിലൊരു മാറ്റവുമില്ല. ചിലപ്പോൾ ഉപ്പ് കൂടും, ഉപ്പ് കുറയും, അല്ലെങ്കിൽ എരിവ് കൂടും, എരിവ് കുറയും, ഒരു രസമില്ലാത്ത ആഹാരം. അതിൽ നിന്ന് ഒരു വ്യത്യസ്തത തേടിയാണ് എല്ലാവരും ഹോട്ടൽ ഭക്ഷണത്തിനെ ആശ്രയിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നു. നമ്മുടെ നാക്കിന്റെ രുചിക്കനുസരിച്ച് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു. നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നു. പക്ഷെ വീട്ടിൽ അത് കിട്ടുന്നില്ല. വീട്ടിൽ നമുക്ക് ഹോട്ടലിനേക്കാളും നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള അവസ്ഥയൊന്നുണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടും, അല്ലേ? പക്ഷെ പലർക്കും അത് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഒരു മനസ്സില്ലായ്മ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളും കൂടുന്നത്. നല്ല സ്വാദുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് 3 നേരം കഴിക്കാൻ കിട്ടിയാൽ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും. ആഹാരമൊക്കെ കെട്ടി പൊതിഞ്ഞ് മെനക്കെട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഓഫീസിൽ പോയി കഴിക്കുന്നവരുണ്ട്. അതേസമയം സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരുമുണ്ട്. ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതം ആയുസ് കുറഞ്ഞു കിട്ടും, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ തകരാറിലാകും. വീട്ടിലെ ആഹാരമാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം, ഫ്രഷ് ആയിട്ടുള്ള ആഹാരമാണ്. അപ്പോൾ പരമാവധി ആണും പെണ്ണും ഒരുപോലെ അടുക്കളയിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ അത് നന്നായിരിക്കും, എല്ലാവർക്കും നല്ലതായിരിക്കും. പിന്നെ പറയും പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഓളം ഉണ്ട് അതിന്. ഒരു സിനിമയിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ജയറാമിന്റെ ഒരു സിനിമയിൽ, വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിൽ ജയറാം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾ പെട്ടെന്ന് വീട്ടിലെ ജോലിയൊക്കെ തീർക്കുന്നത്? ഈ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റ് സമയത്ത് ഓഫീസിലെത്താൻ പറ്റുന്നത്? അപ്പോൾ ആ സ്ത്രീ പറയും, അതൊക്കെ ഒരു ഓളമാണ് കേട്ടോ, അതൊക്കെ വെറും തോന്നലാണ്. എല്ലാവർക്കും മനസ്സ് വെച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു ഓളം. എല്ലാവരും ശീലിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ആ ഒരു ഓളം. അപ്പൊ അമ്മൂമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, വി.ഡി. സതീശന്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നിങ്ങളുടെ സീക്രട്ടുകൾ, ഭക്ഷണ രുചിയുടെ ആ ഒരു സീക്രട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും കൈമാറണം, അവരുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അങ്ങനെ കൈമാറി വരുമ്പോൾ നമ്മുടെ തനത് രുചികളൊന്നും നമ്മളെ വിട്ട് പോകുകയുമില്ല. നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് ടേസ്റ്റോടെ ആഹാരം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇത്തരം കാര്യങ്ങൾ വലിയൊരു പ്രസംഗം നടത്തിയതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് സംസാരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വി. ശിവൻകുട്ടിയെ പോലെയുള്ള നേതാക്കൾക്ക് ചേർന്നതല്ല. അത് തെറ്റാണ്. വിഷയദാരിദ്ര്യമാണ് സംഭവം. ഒന്നും കുറ്റം പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ തേടി പിടിച്ച് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന സാധനം കാണുമ്പോൾ അതെടുത്തങ്ങ് പങ്കുവെക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് എത്ര സങ്കടം തോന്നുമെന്നറിയാൻ കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചർ കരഞ്ഞത് കണ്ടാൽ മതിയായിരുന്നു. ആ കണ്ണുനീര് കണ്ടപ്പോൾ പോലും ശിവൻകുട്ടിയണ്ണൻ അത് മനസ്സിലായില്ലേ, അല്ലേ? അപ്പോൾ വി.ഡി. സതീശന്റെ നന്മ ഇതുവരെ തുടരുന്നുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് കേട്ടു. ആ ഭൂമിയില്ലാത്ത ആളുകളെ പറ്റി, 6 അടി മണ്ണിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്ന് പറയുന്നു. നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് 6 അടി മണ്ണിന്റെ ആവശ്യം. അപ്പോഴല്ല നമുക്ക് യഥാർത്ഥത്തിൽ ഭൂമി ആവശ്യമായി വരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അല്ലേ? നമ്മളൊന്നും അറിയുന്നില്ല, എല്ലാം കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ് ഭൂമി വേണ്ടത്. എല്ലാവർക്കും ഭൂമി വേണം. എല്ലാവരുടെയും സങ്കടങ്ങൾ കേൾക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വർഷങ്ങളായിട്ട് സമരം നടത്തുന്ന ആളുകളെയൊക്കെ കേൾക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതാത് വകുപ്പുകൾ വർഷങ്ങളായിട്ട് സമരം ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരുപാട് പേർ ആ കൂട്ടത്തിൽ ഉണ്ടാവാം. അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് അവർക്കൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന തിരിച്ചറിവിലേക്കൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്, പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ്. നന്മയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ നന്മ മാത്രം എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.